പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളതും ഫാസ്റ്റ് റിസൾട്ട്സ് തരുന്നതുമായിട്ടുള്ള 4 ടെക്നിക്സിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നന്ദി പറയുന്നത് നമ്മൾ യൂണിവേഴ്സിനോടാണ്. നമ്മൾക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്കും നമ്മൾ ഇനി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ കാര്യം നടന്നു കിട്ടാൻ വളരെയധികം എളുപ്പമാണ്. സോ ഫസ്റ്റ് ടെക്നിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. വളരെ എളുപ്പവും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും എവിടെ വെച്ച് ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഓൾറെഡി നമ്മൾ വ്യത്യാസമായിട്ടുള്ള ഇമേജസ് മൂലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അതിനെ നിരന്തരമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും നമ്മളുടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഇമേജസിനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു കാര്യം നടന്നതായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ കാര്യം നടക്കാനായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളത് വിഷ്വലൈസേഷനാണ്. വളരെയധികം ഇൻറ്റൻഷനോട് കൂടി ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് എന്തായാലും നടന്നേ മതിയാവുള്ളൂ. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് അഫർമേഷൻസും ഇതുപോലെ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ എന്താണോ നമ്മൾക്ക് വേണ്ടത്, എന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ നിരന്തരമായിട്ട് ഈ അഫർമേഷൻസ് റിസൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ ഇത് ഓൾറെഡി നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ്, സെക്കൻഡ് വൺ വിഷ്വലൈസേഷൻ, തേർഡ് വൺ അഫർമേഷൻ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു എനർജി ബേസ്ഡ് ആയിട്ടുള്ളതാണ് വാട്ടർ ടെക്നിക്ക് അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി വാട്ടറിൽ ഒരു എനർജി ഉണ്ട്. വെള്ളത്തിൽ കൂടെ നമ്മൾക്ക് ഹെയ്റ്റ്, ലവ് ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് എന്താണ് നടക്കേണ്ട ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ എനർജി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ട് ആ വെള്ളത്തിനെ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ എനർജി ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നടന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഈ വെള്ളത്തിലൂടെ നമ്മളുടെ മാനിഫെസ്റ്റേഷന് ആവശ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ എനർജിയെ ഡ്രിങ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ കാര്യം പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ 4 ടെക്നിക്സ്: ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്.